പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് കൃപ ആർജിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ ആർജിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അനുഗ്രഹവും ഒന്ന് കൃപയും. അനുഗ്രഹം ശരീരത്തിനുള്ളതും ഫിസിക്കലുമാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്. കൃപ ആത്മാവിനുള്ളതും നിത്യജീവിതത്തിനും. അപ്പോൾ അനുഗ്രഹം അനുദിന ജീവിതത്തിനും, കൃപ നിത്യജീവിതത്തിനും വേണ്ടിയാണ്. ഈ രണ്ട് കാര്യത്തിലും വിശ്വാസി ജാഗ്രത ഉണ്ടാകണം. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കുക. സഹോദരങ്ങളെ, ആവശ്യങ്ങൾ സമർപ്പിക്കുക. ഇന്നത്തെ ആവശ്യങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. കൈകൾ കൂപ്പി കണ്ണടച്ച്. എന്താ പൊസിഷൻ നിങ്ങൾക്ക് നല്ലത്? ഇരിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ ഇപ്പം എഴുന്നേറ്റ് വരുന്നവരുണ്ടാകാം. എനിവേ, യു കീപ്പ് യുവർ കൺവീനിയൻറ്റ് പൊസിഷൻ. നിങ്ങൾക്ക് എന്താ സൗകര്യപ്രദം തോന്നിയാൽ ആ ഹൃദയത്തിലൊരു ജാഗ്രത വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യത്തോടെ നിൽക്കുന്നവർ മുട്ടുകയെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഞാൻ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഇന്ന് നവംബർ 7-ാം തീയതി വ്യാഴാഴ്ച അങ്ങയുടെ മക്കളുടെ എല്ലാ ഗൃഹപാഠങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉദ്യമങ്ങൾ, ഫോണിൽ വിളിക്കേണ്ട വ്യക്തികൾ, അറിയിക്കേണ്ട കാര്യങ്ങൾ, ഇന്ന് ഓഫീസുകളിൽ പ്രസൻറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ, കോളേജിലും സ്കൂളിലുമൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ട ഹോംവർക്കുകൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്.
രാത്രി മുഴുവൻ പഠിച്ചിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയിൽ ഒന്നുമില്ലാതെ ഇരിക്കണ പോലെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൈകൾ നിങ്ങളുടെ ശിരസിനെ തലോടട്ടെ, നിങ്ങളെ സാന്ത്വനപ്പെടുത്തട്ടെ. അമ്മ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിങ്ങളുടെ കൂടെയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവർക്ക് എൻ്റെ ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. കർത്താവ്, വീടുണ്ടവരുണ്ടാണ്, വീടില്ലാത്തവരുടെ ശരി, വീട്ടിൽ ഇഴജന്തുക്കൾ, പാമ്പുകൾ, വിഷജന്തുക്കളൊക്കെ ഉള്ളവരുണ്ട്. വീട്ടിൽ വിട്ടുമാറാത്ത അലർജിയുടെ രോഗങ്ങളുള്ളവരുണ്ട്. മനസ്സ് മടി ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും സന്തോഷിക്കുമ്പോൾ വെറുതെ ഒറ്റക്ക് വീട്ടിൽ മൂലക്കിരിക്കുന്നവരുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞാലും എന്ത് കൊടുത്താലും സന്തോഷിക്കാത്തവരുണ്ട്. ഞങ്ങളിങ്ങനെ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കാൻ ഇട ഉണ്ടായിട്ട് പോലും മനഃപൂർവ്വം സന്തോഷിക്കാതെ ഡിപ്രഷൻ അടിച്ച് ഇരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവ്, ജീവിതത്തിൽ പുതിയൊരു വഴി ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവം എപ്പോഴും എനിക്കൊരു വാതിൽ തുറന്നു തരും എന്ന് വിചാരിച്ച് പ്രത്യാശയോടെ ഓരോ ദിവസം വരുന്നുണ്ട് ഈശോയെ. ഈശോ അതുപോലെ തന്നെ ഇതുപോലെ കാത്തിരിക്കാൻ കഴിവില്ലാത്തവരുണ്ട് ഈശോയെ. പെട്ടെന്ന് കാര്യം നടന്നില്ലെങ്കിൽ മനസ്സിടിഞ്ഞു പോണവരുണ്ട് ഈശോയെ. പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നാത്തവരുണ്ട് ഈശോയെ. അങ്ങനെ എല്ലാവരെയും അവരുടെ കുഴപ്പം കൊണ്ടാണെന്നുള്ള രീതിയിൽ അവരെ ഒഴിവാക്കല്ലെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈശോയെ. ഞാൻ ഒരു കാരണവശാലും ആരെയും തള്ളിക്കളയത്തില്ലെന്ന് 13:5 എബ്രായ ലേഖനത്തിൽ. ഐ വിൽ നോട്ട് അബാൻഡൻ യു അറ്റ് എനി കോസ്റ്റ്. ഞാൻ നിന്നെ ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയത്തില്ല. അത് മഹാവചനമാണ് കർത്താവെ. ആ വചനത്തിൻ്റെ നീ നൽകിയിട്ടുള്ളത് ഞങ്ങൾക്കൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ കർത്താവ് നീ ആരെയും തള്ളുന്നില്ല, എല്ലാവരെയും കൊള്ളുന്നവരാണ്, ഏത് സാഹചര്യത്തിലും കൊള്ളുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ, ഇന്നത്തെ ജീവിതത്തെ, നവംബർ 7-ാം തീയതിയായി ഈ വ്യാഴാഴ്ച ഞങ്ങൾ ഉറങ്ങുന്നവരെയുള്ള സമയം, ഞങ്ങളുടെ വ്യാപാരങ്ങളെ, ഞങ്ങളുടെ വിനിമയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ യാത്ര, നിൻ്റെ സംരംഭങ്ങൾ, നിൻ്റെ ഗൃഹപാഠങ്ങൾ, നിൻ്റെ സഞ്ചാരങ്ങൾ, നിൻ്റെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികൾ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ചിലയിടത്ത് ഒറ്റയ്ക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് ചെയ്യും. വേറെ ആരും കൂട്ടുവന്നിട്ട് കാര്യമില്ല, കൂട്ടുവരാനില്ലാത്തവരുണ്ട് ചെയ്യും. അങ്ങനെയുള്ള എല്ലാവരും കർത്താവ് അങ്ങോട്ട് സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ചില കടകളൊക്കെ കർത്താവ് ഒരു കച്ചവടമില്ല കടകളവരുണ്ട് കർത്താവ്. പല രാജ്യങ്ങളിൽ കർത്താവ് അവരുടെ ജീവനോപാധികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വേറെ ആൾക്കാരും അതൊക്കെ ചെയ്യണ കാരണം അവരുടെ കച്ചവടം നഷ്ടപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്നത് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. മറ്റുള്ളവർ കച്ചവടം എത്തിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വാമുടി കിട്ടുന്നവരുണ്ട്. പലതരത്തിൽ അവരെ സന്ധിക്കുകയും ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിട്ട് കർത്താവ് ഒരുപാട് വിട്ടു വെച്ച് എവിടെയെങ്കിലും പോയി ഒടുങ്ങിയാൽ മതി എന്ന് ചിന്തിച്ചിട്ട് നിരാശപ്പെട്ട് ഭാരപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇപ്പോൾ ഏറ്റെടുക്കുക. അമ്മേ, പരിശുദ്ധമേ, കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ സർവ്വ തടസ്സങ്ങളെയും എല്ലാ മക്കളുടെ സർവ്വ ദോഷങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കഴിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നവംബർ 7-ാം തീയതി വ്യാഴാഴ്ച വായിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 7:47. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. അത്രേ ഉള്ളൂ. അതായത് ഇവളുടെ നിരവധിയായ പാപങ്ങൾ, നമ്മുടെ നിരവധിയായ പാപങ്ങള് ദൈവം ക്ഷമിക്കാനുള്ള ഒരു പോവഴി എന്താണ്? ആ പാപിനിയായ സ്ത്രീയെ പോലെ അധികം സ്നേഹിക്കുന്നതാണ് കർത്താവിനെ. പാപത്തിന്റെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഞാൻ എപ്പോൾ കുമ്പസാരക്കൂടൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ഒത്തിരിയേറെ ഇറക്കറി ചെയ്യുന്ന ആവർത്തിക്കുന്ന പാപങ്ങളൊക്കെ പറയുമ്പോഴേ അവരെ ഞാൻ പല പ്രാവശ്യം കുമ്പസാരത്തിലുള്ളതായിരിക്കും. പക്ഷെ അവരത് ആവർത്തിച്ച് അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഈ സമയത്ത്. ചിലർ അങ്ങനെ ഉണ്ട്. എല്ലാവരും അല്ല, ഒരു 5% പേരൊക്കെ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ട് വരും. പക്ഷെ ആ 5% ഞാൻ കളയത്തില്ല. എന്താ കാരണം? കർത്താവ് ഒരാളെപ്പോലും കളയത്തില്ലല്ലേ. അവർ ഞാൻ പറയും, മക്കളെ, നിങ്ങൾ ഇപ്പം നിരാശപ്പെടേണ്ട ഈ വിഷയത്തിൽ. നിങ്ങളൊരുപാട് ഇരുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിളക്കുകൾ കൂടുതൽ എണ്ണം കത്തിച്ചു വെക്കും. ഇരുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റ് കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളിനി സൽപ്രവൃത്തികൾ എണ്ണം കൂട്ടിയാൽ മതി.
നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളുടെ ഒരു കഴിവ് ഇല്ലായ്മയും അത് നിങ്ങൾക്കത് കയറാനുള്ള തടസ്സവും ഇപ്പം പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് പറ്റണ വരെയുള്ള സമയത്ത് സൽപ്രവർത്തികളുടെ എണ്ണം കൂട്ടണം. ഈ പാപത്തിൻ്റെ ഇരുട്ടിൽ സൽപ്രവർത്തികൾ വിളക്കായിട്ട് നിൽക്കും. അപ്പം അങ്ങനെ ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ സൽപ്രവൃത്തികളും ദൈവസ്നേഹത്തോട് ചെയ്യണം. അപ്പം അധികം സ്നേഹിക്കുമ്പോൾ ദൈവം അധികം നമ്മളോട് ക്ഷമിക്കും. അപ്പം അതുകൊണ്ട് അധികം സ്നേഹിക്കാൻ വേണ്ടി ഒരു അധിക ദിവസം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. ദൈവം നിങ്ങൾ ആ ദിവസം എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അധികം സ്നേഹിച്ച് കൂടുതൽ സ്നേഹപ്രവർത്തികൾ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടുതൽ വിശുദ്ധരായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആദ്യം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടമ്പടി ധ്യാനം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് പലപ്പോഴും ഉടമ്പടി ജീവിക്കുന്ന മക്കൾക്ക് സ്വാഭാവികമായി ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ വഴിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് അവരെ നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ വാഗ്ദാന പ്രകാരം കർത്താവ് ഉടമ്പടി ധ്യാനത്തിലൂടെ നിർദ്ദേശം നൽകുന്നത്. ഒത്തിരി സാക്ഷ്യങ്ങളിൽ ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിച്ച നിർദ്ദേശമാണ് പിന്നീട് അവരെ നയിച്ചതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനം മുഴുവനായിട്ട് ഈശോ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയിലെ പരിശുദ്ധാത്മ നിറവിലെ അപ്പായുടെ സ്നേഹത്തിലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ധ്യാനത്തിന്റെ ആദ്യ അന്തം നിന്റെ അധ്യക്ഷത നീളം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും ആത്മാഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം മൗനമായി ഓൺലൈനിലുള്ളവരും നമ്മളെ തന്നെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വെളിപാടിനുമായി സമർപ്പിക്കേണ്ടതാണ്. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ ധ്യാനത്തിന്റെ ഭാഗമാകുന്നവർ കർത്താവിന്റെ ആത്മാവിനാൽ അഭിഷിക്തരാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പലപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്. ഈ ആധ്യാത്മികതയുടെ എല്ലാ സബ്ജക്റ്റിലും ഡ്രൈയും അതുപോലെ തന്നെ ഫ്രഷും ഉണ്ട്. ഡ്രൈ എന്ന് പറയുന്നത്
വരണ്ട രീതിയിലുള്ള ഒരു ഉടമ്പടി ജീവിതം സാധ്യമാണ്. പലരും അങ്ങനെ ഒരു വരണ്ട ജീവിതമാണ് നയിക്കുന്നത്, ഉടമ്പടിയുടെ വരണ്ട ജീവിതം. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലില്ലാത്തതിൻ്റെ കാരണം അതാണ്. ഇന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അതിൽ പറഞ്ഞത്, ഒരു മോളിവിടെ രാവിലെ മുതൽ ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈം ഷീസ് കമ്മിങ്. ആദ്യം വരണവരാണ്. അവർ ഉടമ്പടി എടുത്താലിത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത ഒരു കൊച്ചിനോട് പറഞ്ഞ്, കൊച്ചെ ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ഉടമ്പടി എന്ന്. അപ്പോൾ അവൾ പറഞ്ഞ്, അത് സിമ്പിളാണ്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ട്, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഉപവാസം. അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഉപവാസം ഞാൻ ഉടമ്പടി ഇല്ലാതെ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ അത്രയും സിമ്പിളാണല്ലേ. അതാണ് ഡ്രൈ ഉടമ്പടി എന്ന് പറയുന്നത്. ആ പെരിച്ചാഴി പോലും പറഞ്ഞു കൊടുത്ത പോലും എന്ത് തെറ്റാണെന്ന് നോക്കി. അവർ ഉടമ്പടി എടുത്ത കക്ഷിയാണ്. അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരവും പ്രാർത്ഥിക്കണം, പിന്നെ ഇടയ്ക്കൊന്ന് ഉപവസിക്കണം ഏതെങ്കിലും ദിവസം, അത്രയേ ഉള്ളെന്ന്. അപ്പോൾ ഉടമ്പടി ഒരു ഘടകവും ഇവർ പറഞ്ഞിട്ടില്ല. കാര്യം ഇവരും ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്ത ആളിൻ്റെ ഗതികേട് കണ്ടില്ലേ. ഇതിനാ ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. ഇതിൻ്റെ ഫ്രഷ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഫ്രഷായിട്ടുള്ള ഉടമ്പടി? ഫ്രഷായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത്, അഥവാ അതെങ്കിലും ഉടമ്പടി 100% വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ എപ്പോഴും നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തിനാണ് എപ്പോഴും വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരിലും 2 തരമുണ്ട്. ദൈവം പറഞ്ഞിട്ട് വായിക്കുന്നവരും ദൈവം പറയാണ്ട് ജോസഫച്ചൻ പറഞ്ഞിട്ട് വായിക്കുന്നവരുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ജോസഫച്ചൻ പറഞ്ഞ ദൈവം പറഞ്ഞതല്ലേ എന്ന്. അതല്ല, ഉടമ്പടി നിയമപ്രകാരം അരമണിക്കൂർ സാങ്കേതികമായിട്ട് വചനം വായിക്കണമല്ലോ, ഇല്ലേ? അപ്പം അതുകൊണ്ട് അവരതനുസരിച്ചുകൊണ്ട് ആദത്തിൻ്റെ കഥ തൊട്ട് വായിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ ഘട്ടവും ഓരോ സമയത്ത് അരമണിക്കൂർ. അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി ദൈവത്താൽ നയിക്കപ്പെടുന്ന ലെഡ് ബൈ ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഉണ്ട്. നിങ്ങൾ ഉടമ്പടി ഫ്രഷ് കവനൻ്റിലാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഭാഗം ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരും. എന്ന് വെച്ചാൽ ഉടമ്പടിയുടെ വഴിയിലൂടെ പോകുമ്പോൾ ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മനുഷ്യർ പറയണത്. ഒരു സുലുവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോഴെന്താ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പിൽ പോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ 10-25 വർഷമായിട്ട് ഒരു നേഴ്സാണ്. പിന്നെ അവർ ഇതുപോലെ യോഗ്യതാ പരീക്ഷകളെല്ലാം ട്രെയിനറാണ്. അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ജർമ്മനിയിലും അയർലൻഡിലും അവിടെയൊക്കെ പോയി. ഇവർ മാത്രം ഇപ്പോഴും കരക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ 10-20 കൊല്ലമായില്ലേ, ഇവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ നിലയിലായിപ്പോയി. അപ്പോൾ ഇവരുടെ മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ഇവരുടെ മക്കളിപ്പോൾ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമായി. അപ്പോൾ അവർ അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താണ് പോകാൻ പറ്റാത്തത്? ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവരൊക്കെ. പക്ഷേ മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് സീരിയസ് ആയി. മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് പോകണമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചില മൊഡ്യൂൾസൊക്കെ ഭയങ്കര പാടാണ്. ഒരു മൊഡ്യൂൾസിന് അവർ തോറ്റുപോകും എപ്പോഴും. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അവർ 6 പ്രാവശ്യം തോറ്റു. അങ്ങനെ സംഭവിക്കാം ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ അവർക്ക് ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ഉടമ്പടി എടുത്തിട്ട് 6 പ്രാവശ്യം തോറ്റവർ ഉടമ്പടി എടുത്താൽ പിറ്റേ ഗഡുവിന് അവർ ജയിക്കണതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇവർ 6 പ്രാവശ്യം തോറ്റു. പക്ഷേ എന്നാലും ഇവർ പുതുക്കിക്കൊണ്ട് അവരുടെ ആ പ്രത്യാശ കളയാതെ അവരതിൽ തന്നെ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ പോകാൻ പറ്റുകയാണെങ്കിൽ പോകാം,
അല്ലെങ്കിൽ പോകണ്ട. അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടാണ് ഇവർ ചെയ്യണത് ഇത് സംഭവം. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചു. പക്ഷെ തോറ്റല്ലോ പരീക്ഷയ്ക്ക് തോറ്റപ്പോഴിത് അവരുടെ കൂട്ടുകാരത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് ഇപ്പോൾ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജ് ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സത്യസന്ധമാണ് നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുക, ആൾത്താരിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിലെ മറുപടി പറയും, അതിന് സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും. പക്ഷേ മെസ്സേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ഉടനെ നോക്കണം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കത്തുള്ളൂ. ഇയാളിന് ആദ്യമേ കൺകറൻസ് കിട്ടിയോന്ന് നോക്കൂ. അതാണ് എൻ്റെ പ്രശ്നം. മെസ്സേജ് എന്നോട് ചോദിച്ചാൽ ഉടനെ ഞാൻ നോക്കണത് ഇയാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇയാളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തട്ടിക്കളയും. മെസ്സേജ് നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാവുന്നല്ലാതെ ഇവർ കണിയാനെപ്പോലെ എന്നെ ദുരുപയോഗിക്കുന്ന കാര്യം അറിയാൻ വേണ്ടി പ്രസംഗിപ്പിക്കണ പോലെ എന്ത് പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഇവർ ദൈവത്തിൻ്റെ ആളല്ല ശരിക്കും. 3 ഉടമ്പടി കഴിഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ആളെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ശ്രദ്ധിക്കത്തുള്ളൂ. എന്തോ തരികട അയാൾ ഉടമ്പടി കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കത്തുള്ളൂ. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് എന്നോട് അമ്മ ആദ്യ കാലങ്ങളിൽ 2015 ഇത് പറയുമ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത്. പിന്നെ ഉടമ്പടി അതിൽ തന്നെ കറക്റ്റാണ്, അതിൻ്റെ ഫോർമുല കറക്റ്റാണ്. പിന്നെ ചില വിഷയങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലാഗ് ചെയ്യും, ചില വിഷയങ്ങൾ ലാഗ് ചെയ്യും. ആ വിഷയത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല. ആ വിഷയം അപ്പം നടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി കഴിഞ്ഞ് നടക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ ഉടമ്പടിയിൽ ഒരിക്കലും നമുക്ക് കാര്യം ഉടമ്പടി മുഴുവനും സാധാരണ ലൈഫിനെ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ കരുത്തും ഉൾക്കരുത്ത് ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയ്ക്ക് ഉൾക്കരുത്താണ് ഇതിൻ്റെ ഒരു ഉടമ്പടിയുടെ. ഞാൻ എപ്പോഴും ചില സമയത്ത് പറയും ഇതിന് ബലവുമുണ്ട് ബലക്ഷയവും ഉണ്ടെന്ന് പറയും. ഉടമ്പടിക്ക് ബലവുമുണ്ട് ബലക്ഷയമുണ്ട്. ഉടമ്പടി അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു ഐഡിയ ഉണ്ടാകണം. എന്താണ് ഇതിൻ്റെ ബലം? ഇതിൻ്റെ ബലമെന്ന് പറയുന്നത് അതർ എൻഡിൽ ദൈവം തന്നെയാണ് ഇതിൻ്റെ ഗ്യാരണ്ടിയർ. ഇത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ്? ദൈവം തന്നെയാണ്. അവിടെ അതർ എൻഡിൽ മനുഷ്യനില്ല ശരിക്കും. അപ്പോൾ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയായാലും പാലിച്ചിരിക്കും. ദൈവത്തിന് അതാണ് എൻ്റെ കരുത്തെന്ന് പറഞ്ഞതാണ്. ഉടമ്പടിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞതാണ്, ബലം എന്ന് പറഞ്ഞതാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ഇത് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കും. നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഈ നിബന്ധനകൾ പാലിക്കുന്നത് നമ്മളാണ്. ഈ നിബന്ധനകൾ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടും പാലിക്കാം, ഫ്രഷ് ആയിട്ടും പാലിക്കാം. അവിടെയാണ് ഡ്രൈ കവനൻറ്റും ഫ്രഷ് കവനൻറ്റും വരണത്. ഡ്രൈ ആയിട്ട് പാലിക്കണമെന്ന് പറയണത് ഇപ്പോൾ പത്രം കൊടുക്കാൻ പറഞ്ഞു, കൊണ്ടേ പത്രം കൊടുത്തു, തീർന്നു. എത്രയോ പത്രങ്ങളാണ് പള്ളി വഴികളിലൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ കാണുന്നില്ലേ? ആ ഡ്രൈ കവനൻറ്റുകാരുടേതാണ് കാര്യം. അത് നിങ്ങളുടെ പള്ളിയുടെ വാതിക്കൽ എവിടെയെങ്കിലും എവിടെയും കൃപാസനം പത്രം ഒന്നിൽ കൂടുതൽ ഒരാൾ വെച്ചിരിക്കണ കണ്ടാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? അവർ ശരിക്കും ഒരു സെപ്റ്റിക്കായിട്ട് അടിച്ചിരിക്കണ കാര്യം. അവർ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം ഡ്രൈ ആയിട്ട് പാലിക്കുകയാണ്. അപ്പോൾ അവർ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അവരുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു കെട്ട് പത്രം ഇരിക്കണ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡ്രൈ കവനൻ്റാണ് ചെയ്തിരിക്കുന്നത്. അത് ആ മുട്ട പൊരുന്നത്തില്ല ഒരു കാലത്ത്. തന്നെയല്ല, ഇവർ ആലപ്പുഴ വന്ന് എക്സ്ട്രാ ആയിട്ട് പണി മേടിച്ച് വെച്ചിരിക്കുന്നവരാണ്. എന്താ കാര്യം? ഇവർ വരികയും ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിനെന്ത് വിലയുണ്ടെന്ന് അവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. അതാണ് വിഷയം. കാര്യം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയും ആണ് ഈ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇത് ചെയ്യണത് നമുക്ക് ഡ്രൈ ആയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്ത് പാലിക്കാം. പക്ഷേ ചിലരിത് ഫ്രഷായിട്ട് ചെയ്യും. ഫ്രഷായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. ദൈവസ്നേഹമാണ് എൻ്റെ കണ്ടന്റ് എന്ന് പറയണത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓർക്കുക, അത് ഒരു മീഡിയം ഫ്രഷ് ഉണ്ട്, മാക്സിമം ഫ്രഷ് ഉണ്ട്. ഉടമ്പടി തന്നെ ഒരു ഡ്രൈ കവനൻ്റും ഉണ്ട്, ഫ്രഷ് കവനൻ്റും ഉണ്ട്. അതിന് മീഡിയം ഫ്രഷ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്വാഭാവികമായ ദൈവസ്നേഹത്തോടെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ചെയ്യും. എപ്പോഴും നമ്മൾ ചെയ്യണം. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോഴും അത് ആ രോഗികളെ കാണുമ്പോൾ ഉടമ്പടിയുടെ നിയമമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണുന്നത് എന്നല്ല, അതപ്പോൾ ഡ്രൈ കവനൻ്റായി പോകും. അത് ക്രിസ്തുവാണെന്നും പറഞ്ഞ് കാണുന്നെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹം ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ അംശങ്ങളും അങ്ങയെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന തികഞ്ഞ ദൈവസ്നേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തകരായി എന്നെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാമാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ നിയോഗങ്ങളാണ് പ്രാധാന്യം കൊടുത്താൽ പ്രാർത്ഥിക്കണത്, ഇല്ലേ? അത് ട്രൈ കവനൻ്റാണ്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. നിയോഗം ഓൾറെഡി നിങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിച്ചില്ലേ? അത് വെറുതെ കൊണ്ടുവന്ന് ഇട്ടിരിക്കണമല്ല, പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ എടുത്തിരിക്കണത്. ഇതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. നിങ്ങൾ ആര് വഴിയാണ് ഇത് കൊടുത്തിരിക്കണത്? പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിങ്ങളുടെ കണ്ണീര് കൊടുത്തിരിക്കണത്. നിങ്ങൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അമ്മയെടുത്ത് കൊടുത്തൊക്കെ നിങ്ങൾ അംഗീകരിക്കണില്ല എന്നുള്ളതാണ്. ഒന്നൊക്കെ നിങ്ങൾക്ക് വിവരമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെയല്ലേ പിന്നെയും പറയണത്. ഇത് ഡ്രൈ കവനൻ്റായിട്ട് വരും. കാര്യം നിങ്ങൾ ഒരിക്കൽ അമ്മയുടെ അടുത്ത് ഉടമ്പടി പ്രകാരം കൊടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന പറയരുത്. നിങ്ങൾ ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ ദൈവം അംഗീകരിച്ചു, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അമ്മയുടെ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞു, ഓൾറെഡി ഫയലിൽ ഇത്രയും സ്റ്റെപ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, അതിന് നന്ദി പറയാം. നിങ്ങൾക്ക് നന്ദി പറയാം. അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഇട്ട വിഷയങ്ങൾ വീണ്ടും തന്നെ ഈ താറാവ് സ്വരം ഉണ്ടാക്കുന്നവരെ കറകുറാന്ന് പറഞ്ഞ് എപ്പോഴും സ്വരം ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ തലക്ക് വട്ടാണെന്ന് ദൈവം വിചാരിക്കത്തുള്ളൂ. ഒന്നാമത് നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല എന്ന കാര്യം നിങ്ങളെ ഏൽപ്പിച്ച ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അമ്മയെടുത്ത് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് അമ്മ അത് പാസ് ചെയ്യുന്നത് അടുത്ത് ഈശോൻ്റെ അടുത്താണ്. ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് യാതൊരു അറിവില്ലാതെ ഈ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കിയാലും പിന്നെയും ആ നിയോഗത്തിനെ പറ്റി ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് എന്താണ് ഓർമ്മക്കുറവാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ മക്കൾ. ഞാൻ പറയണത് ആ വിഷയം നിങ്ങൾ ഡീല് പോലും ചെയ്യരുത്. നിങ്ങൾ ഡീല് ചെയ്യേണ്ട വിഷയം എന്താണ്? ഫ്രഷ് കവനൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ്? നിങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്, നിബന്ധനകൾ. അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ. ഈ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്ക് ഒരു നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് ചെയ്യാം. അതിനാണ് ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു, അച്ഛൻ കൊച്ചി പോകാൻ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ കൊച്ചി പോകാൻ പറഞ്ഞു, ഞാൻ കൊച്ചി പോയെന്ന് പറയത്തില്ല. അതുപോലെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ചെയ്യാം. ടെക്നിക്കലായിട്ട് ചെയ്താൽ ഉടമ്പടി ലാഗ് ചെയ്യും. ടെക്നിക്കലായിട്ടല്ലോ. കാര്യം ഉടമ്പടി ഒന്ന് പുതുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ആ 30% ഈ വിഷയത്തിൽ ദൈവസ്നേഹം വളർന്നിരിക്കണം ആളിന്. ഉടമ്പടി ഒന്ന് പുതുക്കെന്ന് പറഞ്ഞാൽ ആളിൻ്റെ ദൈവസ്നേഹം വളർന്നിരിക്കണം. ഈ കൗൺസിലേഴ്സിനൊക്കെ വെച്ചിരിക്കുന്നത് അത് അസസ് ചെയ്യാനാണ്. അല്ല നിങ്ങൾ കുമ്പസാരിച്ചാൽ കുർബാന സ്വീകരിച്ചാൽ നോക്കാനല്ല വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം അസസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ദൈവസ്നേഹം നിങ്ങൾ വളർന്നോ. ദൈവസ്നേഹം വളർന്നോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സ്നേഹത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മളുടെ കയ്യിലല്ല. പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ ഒരു വ്യക്തി വളരുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ വളരുന്നതിന് ആ ദൈവസ്നേഹത്തിലാണ്. നമുക്ക് ലോകസ്നേഹത്തിൽ വളരാം, വ്യക്തിസ്നേഹത്തിൽ വളരാം എന്നും. പക്ഷേ ദൈവസ്നേഹത്തിൽ വളരുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരുന്ന ദൈവസ്നേഹമാണ്. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. Take the word of God. 1 Corinthians 13:4. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ഫീച്ചർ. അതാണ് നിങ്ങൾ ഒന്ന് പുതുക്കി കഴിയുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുഞ്ഞമ്മ, അന്നമ്മ, ആരാണെന്നെങ്കിലും എന്താണ് അന്നമ്മ? ദീർഘക്ഷമയും ദയയുമുള്ളതാണെന്ന് പോയി പണി നോക്കാൻ പറയും. അതാണ് പ്രശ്നം. നമ്മളവിടെ സ്നേഹത്തിൻ്റെ പാലെല്ലാം നമ്മുടെ പേരെഴുതി വെക്കണം.
ഭയങ്കര പാടാ. ഞാൻ നോക്കിയിട്ടുള്ളതാണ്, ഞാൻ തന്നെ പണി മേടിച്ചിട്ടുള്ളതാണിത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ഒന്നാം പുതുക്കൽ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണത്? എനിക്ക് ഓഫർ ലെറ്റർ വന്നു, അതിനുശേഷം വിസ വന്നു, ടിക്കറ്റ് വന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ നിരസ്ഥിതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ദൈവം ബോറടിച്ച് നിങ്ങളെ പന്നിക്കാട്ടത്തിൻ്റെ വില പുലർത്താൻ തള്ളിക്കളഞ്ഞൊരു ചരക്കാണ് നിങ്ങൾ. കാര്യം എന്താ? ഈ പിശാചിന് ഇത് മാത്രമേ അറിയാൻ പാടുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹത്തിൻ്റെ സുവിശേഷമോ സുവിശേഷ സാക്ഷ്യമോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധവും ഇല്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേക്കണം, വൈകുന്നേരം എഴുന്നേക്കണം, വൈകുന്നേരം കിടക്കണം, ഇടയ്ക്ക് ഉപവസിക്കണം. ഇതാണ്. ഇത്രയും കുറേ കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. സങ്കടം തോന്നും കേട്ട് കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നണേ. തന്നെയല്ല, അച്ഛൻ്റെ ധ്യാനം കൂടാത്ത കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പുതുക്കാൻ വരുമ്പോൾ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം. ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ കൗൺസിലേഴ്സ് എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ധ്യാനം കൂടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ പുതുക്കി കൊടുക്കരുത്. പുതുക്കേണ്ട കാര്യമില്ല. കാരണം ഈ അപ്ഡേഷൻസ് എല്ലാം വരണം ഉടമ്പടി ധ്യാനത്തിലാണ് വരണം. ഉടമ്പടി ധ്യാനത്തിലാണ്, ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനത്തിലാണ്, ഓൺലൈൻ ധ്യാനത്തിലാണ് ഉടമ്പടിയുടെ അപ്ഡേഷൻസ് വരണതും ഉടമ്പടിയുടെ ആൾക്കാരോട് ഈശോ സംസാരിക്കണതും അങ്ങനെയാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കും, ഓരോ വ്യക്തികളും അവരുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കും, അതെല്ലാം സന്ദേശമായിട്ട് സംസാരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ. അത് ആൾ പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് പുതുക്കേണ്ട കാര്യമില്ല. അത് പുതുക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവസ്നേഹത്തിൽ 1 ഒന്നിന് വായിച്ച് സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇപ്പം 2 ക്വാളിറ്റി ഇവിടെ വരണം. ഒന്ന് പുതുക്കി കഴിയുമ്പോൾ നമ്മളുടെ പേര് പറഞ്ഞാൽ പിന്നീട് എന്താണ്? സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. അപ്പോൾ ഒരു ദയ കാണിക്കാൻ ബാധ്യസ്ഥമാണ്. ചില സമയത്ത് ദയ ആരോടായിരിക്കും കാണിക്കേണ്ടി വരണത്? നമ്മളെക്കാൾ താഴ്ന്നവരോടായിരിക്കും നമുക്ക് ദയ കാണിക്കേണ്ടി വരണത്. ദയ എന്ന് പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ പേരിനോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുർബാനയും ചൊല്ലി പോകണം, അതുകൊണ്ട് കുർബാനക്ക് ഒരുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ കുർബാന ചെല്ലാൻ വന്നപ്പോൾ കുർബാനക്ക് ഒരുക്കിയിട്ടില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യവും സ്നേഹമായിട്ട് പ്രാർത്ഥിച്ചു, പെരുമാറി. എനിക്ക് വേണമെങ്കിൽ ആളെ സസ്പെൻഡ് ചെയ്യാം. എന്താ കാര്യം? ഡയറക്റ്റ് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളെ പിന്നെ ആര് പറഞ്ഞിട്ട് കേൾക്കാനാ? അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയത്? ഞാനൊരു ദയ കാണിച്ചു. എന്താ കാര്യം? അദ്ദേഹം ചിലപ്പോൾ വർക്കിൻ്റെ ടൈറ്റ് കൊണ്ട് ചിലപ്പോൾ മറന്നുപോയ മനഃപൂർവ്വം അല്ലെന്ന് ഞാൻ ധരിച്ചു. ഇതിനാണ് ദയ എന്ന് പറയണത്. അപ്പം നമ്മൾ ഓരോ വ്യക്തികളും ഓരോ സംസാരം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ക്വാളിറ്റേറ്റീവിലായിട്ട് നിങ്ങൾ ഗ്രോത്ത് ചെയ്തോ. ഒന്ന് പുതുക്കുമ്പോൾ നോക്കണം. ഞാൻ ഇത്രയും ദൈവം അടുത്തത് വായിച്ച് 13:5 വായിച്ച് 1 കൊരിന്ത്യർ 13:5. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ഈ സ്നേഹത്തിൻ്റെ സ്ഥലത്തെല്ലാം നിങ്ങളുടെ പേര് എഴുതി വായിക്കണം. നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ നോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ പറയും, അയ്യോ ഇതൊക്കെ വായിക്കാൻ ഞങ്ങളാരും ക്രിസ്ത്യൻസ് അല്ല. എന്നാൽ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങരുത്. ദൈവത്തിനെ പറ്റിച്ച് വയറ്റിപ്പിഴപ്പിന് ഉള്ള വക ഒപ്പിച്ചെടുക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ഇത് ഓപ്ഷണലാണ്. ഇറ്റ് ഈസ് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് ഉടമ്പടി എന്ന് പറയണത്. പിന്നെ വേറെ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ എടുക്കരുത് അവരെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. അപ്പോൾ നിങ്ങൾ അക്രൈസ്തവനാണെന്ന് വിചാരിച്ചോ? നിങ്ങളൊരു കക്ഷിയുമായിട്ട് മിണ്ടാതിരിക്കുകയാണ്, സംസാരിക്കാണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചെന്ന് വിചാരിച്ചോ? എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അവകാശ ഓഹരിയും ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ അകലെ വിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ്. അതിന് പൈസ വേണം. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ, എനിക്ക് തരാനുള്ളത് തരണം എന്ന് കുഞ്ഞിനെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ കെട്ടിവന്ന നാത്തും പറയും, പിന്നെ അവളെ കുഞ്ഞിനെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടേ? മനുഷ്യ ദാനങ്ങൾ കൊടുക്കുന്നുണ്ടോ? അതിൻ്റെ കൈയും കാലും വിട്ടൊന്നും അപ്പോൾ നമുക്കറിയാം നാത്തൂനാണ് പാര വെച്ചത്. നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ നാത്തൂർ കാണുമ്പോൾ നീ ഉടമ്പടി എടുത്ത് നീ എന്ത് മോന്ത വെക്കും? അതാണ് വിഷയം. നീ മിണ്ടത്തില്ല. കാര്യം എന്താണ്? എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കപ്പെടാതിരിക്കണം, എൻ്റെ ഓഹരി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവളല്ലേ വട്ടം ചവിട്ടിയത്. പക്ഷേ ഒരു പ്രശ്നം, നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിന്നെ ഭരിക്കേണ്ടത് ആരാണ്? ക്രിസ്തുവാണ് ഭരിക്കേണ്ടത്. അല്ലാതെ നിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പാരമ്പര്യമായിട്ടുള്ള മൗലിക വികാരങ്ങളല്ല ഭരിക്കേണ്ടത്.
അത് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ സുവിശേഷ വിഹിതമായി മുന്തിയ ദൈവസ്നേഹത്തോടെ പെരുമാറുവാൻ അങ്ങനെ ആത്മീയമായി വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നോ ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നോ ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു, സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു.